Now coming to the procedure and the types of coagulase test. So first test is slide test. The slide test is used to detect bound coagulase. How it can be performed? First of all, we are placing a drop of physiological saline on each end of the slide. ഒന്നുകിൽ സ്ലൈഡിന്റെ രണ്ടറ്റത്തും or into separate slides. And using an aseptic loop or straight wire or wooden stick, emulsify the portion of the isolated colony in each drops and make a too thick suspension. Then to these two suspensions, we are adding, not these two suspension, add a drop of human or red plasma to one of the suspension. അപ്പോൾ ഒരു സസ്പെൻഷനിൽക്കാണ് either human plasma or rabbit plasma we are adding and mix gently, and we should check a clumping within 10 seconds. അതായത് ഒരു കട്ട പോലെ വരുന്നത് കാണാം പെട്ടെന്ന് തന്നെ. ഇത് ആഡ് ചെയ്ത് 10 സെക്കൻഡിന്റെ ഉള്ളിൽ no plasma is added to second suspension. അപ്പോൾ രണ്ടാമത്തെ സ്ലൈഡിന്റെ ഇങ്ങേ അറ്റത്തുള്ള ട്യൂബിൽ നമ്മൾ പ്ലാസ്മ ആഡ് ചെയ്യുന്നില്ല. അതിൽ വെറും ഓർഗാനിസം സലൈനും മാത്രമേ ഉള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിഫറൻഷിയേറ്റ് എനി ഗ്രാനുലർ അപ്പിയറൻസ്. അതായത് നോർമലി ക്ലംബിംഗ് ഉണ്ടോ, അതായത് പ്ലാസ്മ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലത് ഫോൾസ് പോസിറ്റീവ് കാണിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടു ചെക്ക് വെദർ ദർ ഈസ് എനി ഗ്രാനുലർ അപ്പിയറൻസ് ഓഫ് ദ ഓർഗാനിസം ഫ്രം ട്രൂ coagulase clumping. നെക്സ്റ്റ് ഈസ് ട്യൂബ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് ട്യൂബ് ടെസ്റ്റ്. അത് മെയിൻ ആയിട്ട് ഫ്രീ coagulase ഡിറ്റക്ട് ചെയ്യാനാണ് ട്യൂബ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ വി ആർ ഡയലൂട്ടിംഗ് ദ പ്ലാസ്മ, that is 1:10 in physiological saline. So in the test tube we are diluting the plasma, that is mixing 0.2 ml of plasma with 1.8 ml of saline. Take 3 small test tubes and label. അപ്പോൾ 3 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തിട്ട് ഒരെണ്ണത്തിൽ ടെസ്റ്റ് എന്ന് ലേബിൾ ചെയ്യുക. 1 പോസിറ്റീവ് കൺട്രോൾ, another negative control. The test is 18 to 24 hour broth culture. ടെസ്റ്റിലുള്ളത് നമ്മുടെ ഓർഗാനിസം, അതായത് നമുക്ക് കിട്ടിയ ഐസൊലേറ്റ് ചെയ്ത് കിട്ടിയ 18 to 24 hour broth culture. അടുത്തത് പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് അതായത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. നെഗറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നതും സ്റ്റഫൈലോകോക്കസ് ഐദർ എപ്പിഡെർമിഡിസ് ഓർ സാപ്രോഫൈറ്റിക്കസ്. നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്ന ആണ് നെഗറ്റീവ് കൺട്രോൾ. So test is 18 to 24 hour broth culture. Positive control is 18 to 24 hour staphylococcus broth culture and negative control in sterile broth. Then pipette 0.5 ml of the diluted plasma into each tube. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 0.5 ml ഡൈല്യൂട്ട് ചെയ്ത് ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്ത് വെച്ച പ്ലാസ്മയെന്ന് 0.5 ml ഈ 3 ട്യൂബ്സിലേക്ക് നമ്മൾ പിപ്പറ്റ് ചെയ്ത് ഒഴിക്കണം. ദെൻ ടു ദീസ് ട്യൂബ്സ് ആഡ് 5 drops, that means 0.1 ml of test organism to the tube labeled T, 5 drops of Staphylococcus aureus to the tube labeled positive control, and 5 drops of sterile broth to the tube labeled N. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. So we are incubating the 3 tubes at 35 to 37 degrees Celsius. കുറച്ച് സമയം incubate ചെയ്യാൻ വെക്കും. So we can examine the clotting factor after 1 hour. If no clotting has occurred, examine at 30 minutes interval for up to 6 hours. അപ്പോൾ ക്ലോട്ടിംഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇത് സ്ലൈഡ് ടെസ്റ്റ്. ഫസ്റ്റ് സ്ലൈഡ് ടെസ്റ്റിൽ ഇത് നെഗറ്റീവ് കൺട്രോൾ ആണ്. നെഗറ്റീവിൽ ക്ലംബ് ഇല്ല. പോസിറ്റീവിൽ ഇങ്ങനെ വരും. നമ്മൾ പ്ലാസ്മയും ഓർഗാനിസത്തിന്റെ സസ്പെൻഷനിലേക്ക് പ്ലാസ്മ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലംബിംഗ് ഒക്കേഴ്സ് ലൈക്ക് ദിസ്. ഇനി ട്യൂബ് ടെസ്റ്റ് എടുത്ത് നോക്കിയാലോ. പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ആഡ് ചെയ്ത വെള്ളം പോലെ തന്നെ കാണാം.
plasma add ചെയ്ത organism ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. No clot can be seen in negative. Whereas in the positive control, we can see the clot. Clot പോലെ ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Clumping in both drops of slide indicates that organism undergoes auto-agglutination and it is unsuitable for the coagulation. അപ്പോൾ ഈ സ്ലൈഡ് ടെസ്റ്റിൽ ഒരെണ്ണം നമ്മൾ പ്ലാസ്മ ആഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ്. കാരണം ടു ചെക്ക് വെദർ ഓട്ടോ അഗ്ലൂട്ടിനേഷൻ, സ്വന്തം അഗ്ലൂട്ടിനേഷൻ നടക്കുന്നുണ്ടോ, പ്ലാസ്മ ആഡ് ചെയ്യാതെ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ വി കാൺട്ട് യൂസ് ദാറ്റ് ഓർഗാനിസം. So it is unsuitable for slide coagulase test. Then during slide test there may be a chance to false positive result in the case of citrate utilizing bacteria. In this case and also in the case false positive result citrate positive ആയിട്ടുള്ള ഓർഗാനിസം കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ Pseudomonas and Enterococcus. In this case also tube test should be performed and confirmed. So then next is examples of coagulase positive organisms, that is Staphylococcus aureus and other animal host bacteria such as Staphylococcus pseudo-intermedius, Staphylococcus intermedius, Staphylococcus leeferi, Staphylococcus delphini, Hyicus, lutrae and Hyicus species. അപ്പോൾ മെയിൻ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് വരുന്നത് Staphylococcus aureus ആണ്. Next, examples for coagulase negative organisms mainly രണ്ടെണ്ണമാണ് മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Staphylococcus epidermidis, നമ്മുടെ സ്കിന്നിന്റെ പുറത്തൊക്കെ കാണുന്നതാണ്. The next is Staphylococcus saprophyticus. These two are the coagulase negative organisms. Others are Warneri, Hominis, Capra, etc. So that's all about coagulase test. Thank you all.